പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് മെയ് 29 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. നമുക്കറിയാം കറണ്ട് അഫേഴ്സിന്റെ പ്രാധാന്യം എന്താണെന്ന്. നമ്മൾ ഓരോ പ്രാവശ്യം പുതിയ പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്, ഒരു ആത്മവിശ്വാസമുണ്ട്. അത് കൂട്ടണമെങ്കിൽ നമുക്ക് സമയമാണ് വേണ്ടത്. ഇന്നത്തെ ചില ന്യൂസ് ഹെഡിങ്സ് ആണ്. മെയ് 29 ഇന്റർനാഷണൽ ഡേ ഓഫ് UN പീസ് കീപ്പേഴ്സ്. ഇതിന്റെ ഭാഗമായിട്ട് ഇന്ന് 2 പേരെയാണ് ഇന്ത്യയിലെ 2 ആർമി ഓഫീസേഴ്സ് അവരെ മരണാനന്തരം ആദരിക്കുകയാണ്. കൂടാതെ കാമിറുത്ത ഷെർപ്പ 31 തവണയും എവറസ്റ്റ് കീഴടക്കി. കർണാടക വനംവകുപ്പ് അംബാസിഡറായി അനിൽ കുംബ്ളെ നിയമിച്ചു. ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് 2ാമത്തെ സ്വർണം. ഇതേപോലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇന്നത്തെ കറണ്ട് അഫേഴ്സ്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: കാമിറുത്ത ഷെർപ്പ സ്കെയിൽസ് മൗണ്ട് എവറസ്റ്റ് ഫോർ അൺപ്രസിഡന്റ് 31st ടൈം. കാമിറുത്ത ഷെർപ്പ 34 തവണയും എവറസ്റ്റ് കീഴടക്കി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണിത്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 മെയ് 27 34 തവണയും എവറസ്റ്റ് കീഴടക്കുകയും തന്റെ മുൻ ലോക റെക്കോർഡ് തകർക്കുകയും ചെയ്തതാരാണ്? കാമിറുത്ത. സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു വ്യക്തിയുടെ പേരാണ് കാമിറുത്ത. ഇദ്ദേഹം ഷെർപ്പയാണ്. ഷെർപ്പ എന്നാൽ എവറസ്റ്റ് കീഴടക്കാൻ പോകുന്നവർക്ക് സഹായിക്കുന്ന വ്യക്തികളാണ് ഷെർപ്പ. അവരുടെ കൂടെ അനുഗമിക്കുന്ന, അതായത് നമ്മൾ പറയുമ്പോൾ ഗൈഡ് എന്ന് പറയുന്ന പോലെ തന്നെ ഷെർപ്പയാണ് ഇവരെ സഹായിക്കുന്നത്. ഷെർപ്പയാണ് കാമിറുത്ത. കാമിറുത്ത 31st ടൈം ആണിപ്പോൾ എവറസ്റ്റ് കീഴടക്കുന്നത്. പലപ്പോഴും പലർക്കും ഒരു പ്രാവശ്യം പോലും എവറസ്റ്റ് കയറുക എന്ന് പറയുമ്പോൾ അതൊരു സ്വപ്നമാണെങ്കിൽ കാമിറുത്ത 31st ടൈം ആണ് എവറസ്റ്റ് കീഴടക്കുന്നത്. ഈ കഴിഞ്ഞ മെയ് 24 തീയതിയാണ് കാമിറുത്ത എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ളത്. 31 തവണ എവറസ്റ്റ് കീഴടക്കിയ 55 വയസ്സുള്ള കാമിറുത്ത ഏത് രാജ്യക്കാരനാണ്? നേപ്പാൾ. 55 വയസ്സുള്ള കാമിറുത്ത, ഇദ്ദേഹം നേപ്പാൾ സ്വദേശിയാണ്. 31st ടൈം ആണ് മൗണ്ട് എവറസ്റ്റ് അദ്ദേഹം കീഴടക്കുന്നത്. 2025 മെയ് 27 22 ഇന്ത്യൻ ആർമി സംഘത്തോടൊപ്പം എവറസ്റ്റ് കീഴടക്കാൻ കാമിറുത്ത ഏത് വഴിയാണ് തിരഞ്ഞെടുത്തത്? തെക്കുകിഴക്കൻ പർവ്വതപാത, സൗത്ത് ഈസ്റ്റ് റിഡ്ജ് റൂട്ട് ആണ് കാമിറുത്ത 22 ഇന്ത്യൻ ആർമി ടീമിനെ കൊണ്ട് യാത്ര തിരിച്ചത്. 22 ഇന്ത്യൻ ആർമി ടീം അവർ എവറസ്റ്റ് കീഴടക്കി. അതിന് സഹായിച്ചിട്ടുള്ള വ്യക്തിയാണ് കാമിറുത്ത. ഇവർ എടുത്തിട്ടുള്ള റൂട്ട് ആണ് സൗത്ത് ഈസ്റ്റ് റിഡ്ജ് റൂട്ട്. 2 പ്രധാനമായിട്ട് റൂട്ട് ആണ് എവറസ്റ്റ് കീഴടക്കാനുള്ളത്. ഒന്ന് നേപ്പാൾ വഴി, മറ്റൊന്ന് ടിബറ്റ് വഴി. നേപ്പാൾ വഴിയുള്ള റൂട്ട് ആണ് സൗത്ത് ഈസ്റ്റ് റിഡ്ജ് റൂട്ട്. മറ്റൊന്ന് നോർത്ത് ഈസ്റ്റ് റൂട്ട് ആണ്. നോർത്ത് ഈസ്റ്റ് റൂട്ട് ടിബറ്റ് ആണെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഇത് നേപ്പാൾ ആണ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: ക്യാബിനറ്റ് അപ്രൂവ്സ് മിനിമം സപ്പോർട്ട് പ്രൈസ് ഫോർ ഖാരിഫ് ക്രോപ്സ്. ഖാരിഫ് വിളകളുടെ മിനിമം താങ്ങുവില മന്ത്രിസഭ അംഗീകരിച്ചു. ഇതും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. മിക്കവാറും പത്രങ്ങളിൽ വന്നിട്ടുള്ള ഒന്നാണ് MSP, അതായത് മിനിമം സപ്പോർട്ട് പ്രൈസ് ഫോർ ഖാരിഫ് ക്രോപ്സ്. ഖാരിഫ് വിളകൾക്കുള്ള മിനിമം താങ്ങുവില. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025-26 മാർക്കറ്റിംഗ് സീസണിൽ എത്ര വിളകൾക്ക് ഖാരിഫ് വിളകളുടെ ഏറ്റവും കുറഞ്ഞ താങ്ങുവില വർദ്ധിപ്പിച്ചിട്ടുണ്ട്? 14 ഖാരിഫ് വിളകൾ. 14 ഖാരിഫ് ക്രോപ്സിനാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2025-26 മാർക്കറ്റിംഗ് സീസണിലേക്ക് അതിൻ്റെ മിനിമം സപ്പോർട്ട് പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുള്ളത്, അതായത് താങ്ങുവില ഫിക്സ് ചെയ്തിട്ടുള്ളത് 14 ഖാരിഫ് ക്രോപ്സിനാണ്. 2025-26 മാർക്കറ്റിംഗ് സീസണിൽ ഖാരിഫ് വിളകളുടെ ഏറ്റവും കുറഞ്ഞ താങ്ങുവില വർദ്ധിപ്പിച്ച അതോറിറ്റി ഏതാണ്? സാമ്പത്തിക കാര്യങ്ങളുടെ മന്ത്രിസഭാ സമിതി, ദി ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ്. ഈ ഒരു കമ്മിറ്റിയാണ് MSP നിശ്ചയിക്കുന്നത്, അതായത് ഏതെല്ലാം ക്രോപ്സിന്റെ, ഏതെല്ലാം വിളകളുടെ താങ്ങുവില നിശ്ചയിക്കുന്നത്. കൃഷിക്കാർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു താങ്ങുവില ആണ് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത്. ഓരോ പ്രൊഡക്റ്റിനും നെല്ല്, ഗോതമ്പ്, ഇതിനെല്ലാത്തിനെയും ഒരു താങ്ങുവില പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 14 ഖാരിഫ് ക്രോപ്സിനാണ്, അതായത് വിളകൾക്കാണ് ഇപ്പോൾ ഈ ഒരു താരിഫ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഖാരിഫ് വിളകളുടെ MSP വർദ്ധിപ്പിക്കാൻ സാമ്പത്തിക കാര്യങ്ങളുടെ മന്ത്രിസഭാ സമിതിയുടെ അധ്യക്ഷൻ ആരാണ് അംഗീകാരം നൽകിയത്? പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലായിരുന്നു ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ്. ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് ആണ് MSP നിശ്ചയിക്കുന്നത്, അതായത് മിനിമം സപ്പോർട്ട് പ്രൈസ് നിശ്ചയിക്കുന്നത്. 2025-26 മാർക്കറ്റിംഗ് സീസണിൽ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച ഖാരിഫ് വിളകളുടെ ഏറ്റവും കുറഞ്ഞ താങ്ങുവില ഏതാണ്?
നൈജർ സീഡ്. ഏറ്റവും കൂടുതൽ താങ്ങുവില നിശ്ചയിച്ചിട്ടുള്ള ഒരു വിളയാണ് നൈജർ സീഡ് എന്ന് പറയുന്ന ഇത്. ഈ ഒരു വിത്ത് ഉപയോഗിക്കുന്നത് എണ്ണ ഉൽപ്പാദനത്തിന് വേണ്ടിയാണ്. എണ്ണയ്ക്ക് വേണ്ടി കൃഷി ചെയ്യുന്ന ഒന്നാണ് നൈജർ സീഡ്. ഇതിനാണ് ഏറ്റവും കൂടുതൽ MSP നിശ്ചയിച്ചിട്ടുള്ളത് ഈ പ്രാവശ്യത്തെ സീസണിൽ, 2025-26 സീസണിൽ. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് 7.9% ഡ്രോപ്പ് ഇൻ കോൾ ഇമ്പോർട്ട്സ് ലാസ്റ്റ് ഫിസ്ക്കൽ ലീഡ്സ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം കൽക്കരി ഇറക്കുമതിയിൽ 7.9% കുറവ് രേഖപ്പെടുത്തി. ഇന്ത്യയുടെ പ്രോഗ്രസ്സുമായി ബന്ധപ്പെട്ട്, അതായത് ഇന്ത്യയുടെ സാമ്പത്തികമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണത്. 7.9% കൽക്കരി ഇറക്കുമതിയിൽ കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024-25 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്ത് കൽക്കരി ഇറക്കുമതിയിൽ എത്ര ശതമാനം കുറവ്? 7.9%. ഇമ്പോർട്ടിംഗ് കുറയ്ക്കുമെന്ന് പറയുമ്പോൾ അത് രാജ്യത്തിന്റെ പുരോഗതിയാണ്. ഇതനുസരിച്ച് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ 2024-25 ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ കൽക്കരിയുടെ ഇറക്കുമതി 7.9% കുറഞ്ഞു. എന്നാൽ കൽക്കരിയുടെ ഉൽപ്പാദനം ഇന്ത്യ വർദ്ധിക്കുകയും അതനുസരിച്ച് പ്രോഗ്രസ് കാണുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇറക്കുമതിയിൽ വന്നിട്ടുള്ള മാറ്റം അത് ഇന്ത്യ തന്നെ വരുമ്പോൾ ഒരു മാറ്റമാണ്, ഒരു പുരോഗതിയാണിത്. 2023-24 264.53 ദശലക്ഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 2024-25 സാമ്പത്തിക വർഷത്തിൽ കൽക്കരി ഇറക്കുമതിയുടെ ആകെ മൂല്യം എത്രയാണ്? 243 ദശലക്ഷം ടൺ. അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 264.53 ദശലക്ഷം ടൺ കൽക്കരിയാണ് ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്തിട്ടുള്ളത്. 264.53. എന്നാൽ ഈ വർഷം, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയത് കഴിഞ്ഞ 24-25 സാമ്പത്തിക വർഷത്തിൽ 243 ദശലക്ഷം ടൺ ആണ് ഇറക്കുമതി ചെയ്തിട്ടുള്ളത്. അതായത് 7.9% കുറവാണ് വന്നിട്ടുള്ളത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ കൽക്കരി ഇറക്കുമതിയിൽ ഉണ്ടായ കുറവ് എത്ര വിദേശ നാണ്യം ലാഭിക്കാൻ കാരണമായി? $7.93 ബില്യൺ. 1 ബില്യൺ എന്നാൽ 100 കോടി. അങ്ങനെ വരുമ്പോൾ $7.93 ബില്യൺ ഇറക്കുമതിയാണ്, ഡോളേഴ്സിന്റെ ഒരു ലാഭമാണ് ഇന്ത്യക്ക് ഉണ്ടായിട്ടുള്ളത്. ഈ കൽക്കരി ഉൽപ്പാദനം 7.9% കുറഞ്ഞപ്പോൾ തന്നെ ഇത്രയും വലിയൊരു തുക ആണ് ഇന്ത്യക്ക് ലാഭിക്കാൻ സാധിച്ചിട്ടുള്ളത്. കൽക്കരി മന്ത്രാലയത്തിന്റെ മന്ത്രി ആരാണ്? ജി കിഷൻ റെഡ്ഡി. ഇന്ത്യയുടെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് കോൾ ആണ് ജി കിഷൻ റെഡ്ഡി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തയാണ് കൽക്കരിയെ ബന്ധപ്പെട്ട്. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക പുരോഗതി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ജി കിഷൻ റെഡ്ഡിയാണ് കൽക്കരി മന്ത്രി ഇപ്പോഴത്തെ. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് 2 ഇന്ത്യൻ പീസ് കീപ്പേഴ്സ് ടു ബി ഹോണേർഡ് പോസ്റ്റ്മസ്ലി ഓൺ ഇന്റർനാഷണൽ ഡേ ഓഫ് UN പീസ് കീപ്പേഴ്സ്. ഐക്യരാഷ്ട്രസഭ സമാധാന സേനാംഗങ്ങളുടെ അന്താരാഷ്ട്ര ദിനത്തിൽ 2 ഇന്ത്യൻ സമാധാന സേനാംഗങ്ങളെ മരണാനന്തരം ആദരിക്കും. ഇന്ന് മെയ് 29, ഇന്നാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് UN പീസ് കീപ്പേഴ്സ്. ഈ ദിവസം ഇന്ത്യയിൽ നിന്നുള്ള 2 പേരെയാണ് മരണാനന്തരം ആദരിക്കുന്നത്. ഇന്ത്യൻ പീസ് കീപ്പേഴ്സിലെ അംഗമായിരുന്ന 2 ആർമി ഓഫീസേഴ്സിനെയാണ് ഇന്ന് ആദരിക്കുന്നത്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 മെയ് 29 നടക്കുന്ന അന്താരാഷ്ട്ര UN സമാധാന സേനാംഗങ്ങളുടെ ദിനത്തിൽ ഇന്ത്യയിൽ നിന്ന് ആരെയാണ് മരണാനന്തരം ആദരിക്കുക? ബ്രിഗേഡിയർ ജനറൽ അമിത് ഝാ, ഹവിൽദാർ സഞ്ജയ് സിംഗ്. UN പീസ് കീപ്പേഴ്സ് ഫോഴ്സിലെ അംഗമായിരുന്ന ബ്രിഗേഡിയർ ജനറൽ അമിത് ഝാ, ഹവിൽദാർ സഞ്ജയ് സിംഗ് അവരെ മരണാനന്തരം ഇന്ന് ആദരിക്കുകയാണ് മെയ് 29. ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത് യുണൈറ്റഡ് നേഷന്റെ ജനറൽ സെക്രട്ടറി ആന്റോണിയോ ഗുട്രോസ് ആണ്. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പരിപാലന പ്രവർത്തനത്തിൽ സേവനമനുഷ്ഠിക്കുന്നതിനിടെ ജീവൻ നഷ്ടപ്പെടുന്ന സൈനികർ, പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ഏത് മെഡലാണ് നൽകുന്നത്? ഡാഗ് ഹാമർസ്ജോൾഡ് മെഡൽ. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പരിപാലന പ്രവർത്തനത്തിൽ സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ജീവൻ നഷ്ടപ്പെടുന്ന സൈനികർ, പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ സാധാരണക്കാർക്ക് നൽകുന്ന ഒരു അവാർഡ് ആണ്, ആദരവാണ് ഡാഗ് ഹാമർസ്ജോൾഡ് എന്ന മെഡൽ. ഡാഗ് ഹാമർസ്ജോൾഡ് മെഡൽ എന്ന് പറയുന്ന ഈ മെഡൽ യുണൈറ്റഡ് നേഷൻ നൽകുന്ന ഒരു മെഡൽ ആണത്. 2025 മെയ് 29 നടക്കുന്ന അന്താരാഷ്ട്ര ഐക്യരാഷ്ട്രസഭ സമാധാന സേനാ ദിനത്തിൽ എത്ര ഡാഗ് ഹാമർസ്ജോൾഡ് മെഡലുകൾ നൽകും? 57 മെഡലുകൾ. 57 പേർക്കാണ് ഇന്ന് ഈ അവാർഡ് നൽകുന്നത്, അതായത് മരണാനന്തരം നൽകുന്നത്. യുണൈറ്റഡ് നേഷൻ പീസ് കീപ്പിംഗ് ഫോഴ്സിൽ ആ ഒരു സമയത്ത് മരിക്കുന്ന സൈനികർ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ
അല്ലെങ്കിൽ സാധാരണക്കാർ, സിവിലിയൻസ് മരണാനന്തരം നൽകുന്ന ഒരു അവാർഡ് ആണ് ഡാഗ് ഹാമർസ്ജോൾ അവാർഡ്. 1961 സെപ്റ്റംബറിൽ ഇന്നത്തെ സാംബിയയിൽ ഒരു വിമാനാപകടത്തിൽ മരിച്ച ഐക്യരാഷ്ട്രസഭയുടെ രണ്ടാമത്തെ സെക്രട്ടറി ജനറലിന്റെ പേര് ഡാഗ് ഹാമർസ്ജോൾ. യുണൈറ്റഡ് നേഷന്റെ രണ്ടാമത്തെ സെക്രട്ടറി ജനറൽ ആയിരുന്നു ഡാഗ് ഹാമർസ്ജോൾ. അദ്ദേഹം 1961 സെപ്റ്റംബറിൽ വിമാനാപകടത്തിൽ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ഒരു അവാർഡ് നൽകുന്നത്. UN സമാധാന സേനയ്ക്ക് ഏറ്റവും കൂടുതൽ യൂണിഫോം ധരിച്ച ഉദ്യോഗസ്ഥരെ സംഭാവന ചെയ്യുന്ന രാജ്യമെന്ന നിലയിൽ ഇന്ത്യയുടെ റാങ്ക് എന്താണ്? 4ാം റാങ്ക്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ റാങ്ക് ആണ് 4ാമത്തെ റാങ്ക്. ഇന്ന് ഏതാണ്ട് 5500ഓളം വ്യക്തികളാണ് ഇന്ത്യയിൽ നിന്നുള്ള പൗരന്മാരാണ് UN പീസ് കീപ്പിംഗ് ഫോഴ്സിൽ ഉള്ളത്. നിലവിലെ റാങ്ക് ആണ് 4ാമത്തെ റാങ്ക്. എന്നാൽ ഇത് മാറാറുണ്ട്. ചിലപ്പോഴൊക്കെ ബംഗ്ലാദേശ്, നേപ്പാൾ, പാകിസ്ഥാൻ ഇവയെല്ലാം ഈ രാജ്യങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ആളുകളെ യുണൈറ്റഡ് നേഷൻ പീസ് കീപ്പിംഗ് ഫോഴ്സിലേക്ക് അയക്കുന്നത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് അനിൽ കുംബ്ലെ അപ്പോയിന്റഡ് കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അംബാസിഡർ. കർണാടക വനം വകുപ്പ് അംബാസിഡറായി അനിൽ കുംബ്ലെയെ നിയമിച്ചു. ഇതും ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തയാണ്, കർണാടകയെ ബന്ധപ്പെട്ട വാർത്തയാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. കർണാടക വന്യജീവി വകുപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ക്രിക്കറ്റ് കളിക്കാരൻ്റെ പേര് അനിൽ കുംബ്ലെ. അനിൽ കുംബ്ലെക്ക് പ്രത്യേകിച്ച് വനം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് താല്പര്യം കൂടുതലുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹത്തിനനുസരിച്ചാണ് ഇപ്പോൾ കർണാടക വന്യജീവി വകുപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് അദ്ദേഹത്തെ നിയമിച്ചിട്ടുള്ളത്. ബ്രാൻഡ് അംബാസിഡർ ഓഫ് കർണാടക. കർണാടക വന്യജീവി വകുപ്പിന്റെ അംബാസിഡർ റോളിൽ അനിൽ കുംബ്ലെ പ്രതിഫലം കൂടാതെ ചുമതലയേൽക്കുമെന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? കർണാടക വനം മന്ത്രി ഈശ്വർ ബി ഖാൻഡ്രെ. അനിൽ കുംബ്ലെ അദ്ദേഹത്തിന് കൂടുതലായിട്ട് പ്രത്യേകിച്ച് ഈ നേച്ചർ, വനം ഇവയുമായിട്ട് കൂടുതൽ അടുപ്പമുള്ളതുകൊണ്ടും പ്രതിഫലം കൂടാതെ തന്നെ അംബാസിഡർ ആയിട്ട് നിൽക്കാമെന്നുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു വാഗ്ദാനം, ഇതനുസരിച്ചാണ് കർണാടക ഗവൺമെന്റ് അദ്ദേഹത്തെ ബ്രാൻഡ് അംബാസിഡറായിട്ട് നിയമിച്ചിട്ടുള്ളത്. ഈ കാര്യം അറിയിച്ചിട്ടുള്ളത് കർണാടകയുടെ ഫോറസ്റ്റ് മിനിസ്റ്റർ ഈശ്വർ ബി ഖാൻഡ്രെയാണ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് മിക്സഡ് 4x400 റിലേ ടീം റീറ്റെയിൻസ് ഗോൾഡ്. ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് മിക്സഡ് 4x400 റിലേ ടീം സ്വർണം നിലനിർത്തി. ഇതും ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തയാണ്. ഇന്നത്തെ മിക്കവാറും പത്രങ്ങളിൽ വന്നിട്ടുള്ള വാർത്തയാണ് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിനെ കുറിച്ച്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 മെയ് 28 നടന്ന ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഏത് ഇനത്തിലാണ് രണ്ടാമത്തെ സ്വർണം നേടിയത്? 4x400 മീറ്റർ മിക്സഡ് റിലേ. ഇന്ത്യക്ക് രണ്ടാമത്തെ സ്വർണമാണ്. 10,000 മീറ്റർ ഓട്ടത്തിൽ ഇന്ത്യക്ക് സ്വർണം ലഭിച്ചിരുന്നു. ഗുൽവീർ സിംഗ് ആണ് ഇന്ത്യക്ക് വേണ്ടി ഫസ്റ്റ് മെഡൽ നേടിയിട്ടുള്ളത്, ഗോൾഡ് മെഡൽ. ഇപ്പോൾ രണ്ടാമത്തെ മെഡൽ ആണ് ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത് 4x400 മീറ്റർ മിക്സഡ് റിലേ. 2025 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ എത്ര രാജ്യങ്ങൾ പങ്കെടുക്കുന്നു? 43 രാജ്യങ്ങളിൽ നിന്നുള്ള 2000 കായിക താരങ്ങൾ. 43 നേഷൻസ് ആണ് പങ്കെടുക്കുന്നത്. 43 രാജ്യങ്ങളിൽ നിന്നുള്ള 2000-ഓളം അത്ലറ്റ്സ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് സൗത്ത് കൊറിയയാണ് ഈ ഒരു അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഇത് ആതിഥ്യം വഹിക്കുന്നത്. നമ്മളിന്ന് 20ഓളം കറണ്ട് അഫയേഴ്സ് ജനറൽ നോളേജ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ജേഡ്സ് കറണ്ട് അഫയേഴ്സിൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മൾ ഓരോ പ്രാവശ്യം കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കുണ്ടാവുന്നൊരു മാറ്റമുണ്ട്. ആ മാറ്റം വേണമെങ്കിൽ നമുക്ക് സമയം വേണം. സമയമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.